നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന, പ്രാണനെ പരിപാലിക്കുന്ന, നമുക്ക് തണൽ നൽകുന്ന മഹാദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. തേനിലും മധുരം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. നാം ആരായി തീരണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകണം. ഈ തലമുറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇത് വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയാണ്. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് നാം വളർന്നു എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തലമുറയെ ദർശിച്ചിട്ട് പറയുന്നത്, സത്യസന്ധതയില്ലാത്ത വഴിപിഴച്ച വക്രതയും കോട്ടവും നിറഞ്ഞ ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ എന്ന്. അതായത് ദൈവപ്രമാണത്തിൽ നിന്നും വചനത്തിൽ നിന്നും ദൈവിക കൂട്ടായ്മയിൽ നിന്നും എത്രമാത്രം അകന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തികളാണ് ഈ തലമുറയിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ തലമുറയുടെ നടുവിൽ നാം നമ്മുടെ ജീവിത സാക്ഷ്യം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയെന്നും അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെന്നും വക്രതയുള്ള തലമുറയെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കാലഘട്ടത്തെ വിശേഷിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ തലമുറയുടെ നടുവിൽ അനിന്യരായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കുറ്റവും പറയാൻ കഴിയാത്ത നിലയിൽ വിശുദ്ധ ജീവിതം നാം നയിക്കണം. അത് നമ്മുടെ ചുമതലയാണ്. അതിന് കഴിയുമോ? എല്ലാവരും വിശുദ്ധരല്ലല്ലോ, എല്ലാവരും പ്രമാണത്തിൽ നിൽക്കുന്നവരല്ലല്ലോ, എല്ലാവരും ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുകയാണല്ലോ. അതിൻ്റെ നടുവിൽ എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവമക്കൾ കോംപ്രമൈസുകാരാകരുത്. വിട്ടുവീഴ്ച മനോഭാവം ഈ കാര്യത്തിൽ അവർ കാണിക്കരുത്. ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ദൈവപ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ ഓരോ ദൈവ പൈതലും അവരവരെ സമർപ്പിച്ച് കൊടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അഴുക്കുള്ളവർ അഴുക്കാടട്ടെ, അനീതിയുള്ളവർ അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രബോധനം കേട്ടില്ല എന്ന് നടിക്കരുത്. ഒരു ശേഷിപ്പ് എപ്പോഴും ദൈവത്തിനുണ്ട്. ഒരു ശേഷിപ്പിൻ്റെ ഭാഗമായിട്ട് നാം നിൽക്കണം. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഏലിയാവിൻ്റെ കാലത്ത് ഇസ്രായേലിൽ ദൈവം ശേഷിപ്പിച്ചതുപോലെ വചനമനുസരിക്കണം, നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കണം, പാപത്തോട് പോരാടണം, ദൈവത്തെ ഏതു വിധത്തിലും പ്രസാദിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിൻ്റെ ഭാഗമായിട്ട് വചനം കേൾക്കുന്ന ദൈവമക്കൾ നിൽക്കണം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ അനിന്യരായിട്ട് ജീവിക്കണം. അടുത്തതായിട്ട് പറയുന്നത് പരമാർത്ഥികളായിട്ട് ജീവിക്കണം. ഇന്നും മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പരമാർത്ഥതയാണ്. ഞങ്ങൾ പരമാർത്ഥികളാണെന്ന് പറയുവാൻ ഇന്ന് പലർക്കും വൈക്ലഭ്യമാണ്. അതിന് പലർക്കും സാധിക്കുന്നില്ല. പലരെയും മനസ്സാക്ഷി അത് പറയുന്നതിൽ നിന്ന് വിലക്കുകയാണ്. പരമാർത്ഥികൾ എന്ന പദത്തിന് അക്കരയോസ് എന്ന യവനപദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മൂല ഭാഷയിൽ അതിൻ്റെ അർത്ഥം കലർപ്പില്ലാത്ത, മായം ചേരാത്ത, കൂട്ടുചേരാത്ത, ഊനമില്ലാത്ത എന്നൊക്കെയാണ്. മായം ചേരാത്ത ലോഹം പോലെ, കലർപ്പില്ലാത്ത പാലും വീഞ്ഞും പോലെ എന്നൊക്കെയാണ് പരമാർത്ഥികൾ എന്ന പദത്തെ നാം മനസ്സിലാക്കേണ്ടത്. അത് ഹൃദയത്തിലെ ചിന്തകളോടും നമ്മുടെ പ്രവൃത്തികളോടും ബന്ധപ്പെടുത്തിയാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജാതികളുമായിട്ട് കലരാത്ത, ദൈവത്തിൻ്റെ പ്രമാണത്തിനു വേണ്ടി മാത്രം നിൽക്കുന്ന, അശുദ്ധിയുമായിട്ട് കൂട്ടുചേരാത്ത, അവിടെയും ഇവിടെയും നിൽക്കാത്ത, ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി നിൽക്കും എന്ന തീരുമാനമെടുക്കുന്ന, യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് ഉറച്ച തീരുമാനമുള്ള
നോഹയെ പോലെ ദൈവത്തെ അനുസരിക്കുന്ന, ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുന്ന, അബ്രഹാമിനെ പോലെ വിശ്വസിക്കുന്ന, പത്രോസിനെ പോലെ നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് ചോദിക്കുന്ന ഒരു ജീവിതം. പരമാർത്ഥികളായിട്ട് ജീവിക്കണം, നിഷ്കളങ്കരായിട്ട് ജീവിക്കണം. ഈ തലമുറയുടെ നടുവിൽ നിഷ്കളങ്കമായ ഒരു ജീവിതം സാധ്യമാണോ? സാധ്യമാകണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ക്രിസ്ത്യാനിയുടെ ജീവിതം, ദൈവപൈതലിൻ്റെ ജീവിതം കളങ്കമറ്റതായിരിക്കണം. അത് ജീവിതത്തിൽ വെളിപ്പെടുത്തണം. ക്രിസ്തീയ മാർഗം, ഉയരത്തിലെ ചിന്തകൾ, ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മിലുണ്ടാകുന്ന മാർഗമാണ്. അത് നാം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം പെറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. നാം അനിന്യരും പരമാർത്ഥികളും നിഷ്കളങ്കരും ആകേണ്ടതിന് എന്തു ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു? എല്ലാം, ചിന്തകളും പ്രവൃത്തികളും എല്ലാം, ചെയ്യുന്നതെല്ലാം പെറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. ദൈവത്തിനെന്നതുപോലെ ചെയ്യണം. അസംതൃപ്തിയോടെ ചെയ്യരുത്, പാതി മനസ്സോടെ ചെയ്യരുത്. നാം ചെയ്യേണ്ടത് ദൈവത്തിനെന്ന വണ്ണം പെറുവിറുപ്പില്ലാതെ, തർക്കിക്കാതെ, വാദിക്കാതെ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഈ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. കർത്താവേ, പാപം പെരുകുന്നു, വഷളത്വം വർദ്ധിക്കുന്നു, പിടിച്ചു നിൽക്കുവാൻ പലരും പ്രയാസപ്പെടുന്നതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് അവരെ ഉറപ്പിക്കണമേ. പരമാർത്ഥികളായി, നിഷ്കളങ്കരായ ദൈവത്തിൻ്റെ പ്രിയമക്കളായി ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.